മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണമാണ്. അൻവർ കൊളുത്തിയ തിരിയിൽ തൃശൂർ പൂര വിവാദം വീണ്ടും പൊട്ടിത്തകർക്കുകയാണ്. ആഭ്യന്തര വകുപ്പിനെതിരെ തൃശൂരിലെ സ്ഥാനാർത്ഥിയും മുൻ മന്ത്രിയുമായിരുന്ന VS സുനിൽകുമാർ തന്നെ രംഗത്തെത്തി. ADGPയെ കൊണ്ട് പൂരം കലക്കി BJPയെ ജയിപ്പിച്ച നീക്കത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ കൈയുണ്ടെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അപ്പോൾ ഞാനിന്നിപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യം, അഭ്യർത്ഥിക്കാൻ വേണ്ടി പോകുന്ന കാര്യം, സർക്കാർ തന്നെ നിയോഗിച്ചിരിക്കുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഒരു മാസത്തിനകത്ത് പുറത്തുവിടും എന്ന്, അല്ലെങ്കിൽ ഒരു മാസത്തിനകത്ത് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. ഇപ്പോൾ 4 മാസത്തോളമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് അടിയന്തരമായിട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു വിവാദങ്ങളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ജനങ്ങൾക്ക് സത്യം അറിയാൻ താല്പര്യം ഉണ്ടാവും. കാരണം തൃശ്ശൂർക്കാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിവിടെ പൂരം എല്ലാവരും കൂടി ഒന്നിച്ച് നടത്തുന്ന ഒരു പൂരമാണ്. തൃശ്ശൂർ പൂരത്തിൽ ഞങ്ങൾ ഒരിക്കലും തൃശ്ശൂർ രാഷ്ട്രീയം കലർത്താറില്ല. ആ ഒരു ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ ചില രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി അവിടെ അലങ്കോലപ്പെടുത്തി തൃശ്ശൂർ പൂരത്തിനെ വേറെ രീതിയിലേക്ക് ആക്കാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ആത്മാർത്ഥമായ അഭ്യർത്ഥന ആ വിവരങ്ങൾ പുറത്തുവിടുക എന്നുള്ളതാണ്. ജനങ്ങൾ അറിയട്ടെ. അല്ല, ഞാനത് വ്യക്തമാക്കിയിരുന്നല്ലോ. അതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് ജെയ്സൺ. അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന ചോദ്യത്തിൽ പ്രസക്തിയുണ്ട്. ഈ പൂരം കലങ്ങി എന്നുള്ളത് എല്ലാവർക്കും വ്യക്തമായ കാര്യം. കലക്കിയതാര്? അന്വേഷണ റിപ്പോർട്ട് എവിടെയെന്ന് ചോദിക്കുന്നത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട നേതാവും കഴിഞ്ഞ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന VS സുനിൽകുമാറാണെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും ഗുരുതരമായൊരു വിഷയം, ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ BJP ഒരു അക്കൗണ്ട് തുറക്കുന്നു. ആ അക്കൗണ്ട് തുറന്നത് തൃശ്ശൂരാണ്. ആ തൃശ്ശൂർ അക്കൗണ്ട് തുറക്കുന്നതിന് പ്രധാനമായും സഹായകരമായി എന്ന് പറയപ്പെടുന്ന തൃശ്ശൂർ പൂരം ഇതിലെ വിവാദം, തൃശ്ശൂർ പൂരം അലങ്കോലപ്പെടുത്തി എന്നതാണ്. അതിലൂടെ BJP ലാഭം കൊയ്തു എന്ന് ആരോപിക്കുമ്പോൾ ആ വിഷയത്തിൽ ആരാണ് കുറ്റക്കാരെന്ന് അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് രൂപീകരിച്ച ഒരു കമ്മിറ്റി, പോലീസ് അന്വേഷണവും ആ അന്വേഷണ റിപ്പോർട്ടും 1 മാസത്തിനകം സമർപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 4 മാസം കഴിഞ്ഞിട്ടും യാതൊരു അനക്കവും ഇല്ല എന്നതിലൂടെയാണ്, അതുകൂടി ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ്, അതിൽ ദുരൂഹത ബാക്കി വെച്ചുകൊണ്ടാണ് VS സുനിൽകുമാർ എന്ന് രംഗത്തെത്തിയിരിക്കുന്നത്. പോലീസിലെ ചില ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മറ്റു ചിലരും ചേർന്ന് തൃശ്ശൂർ പൂരം കലക്കി എന്ന് തന്നെയാണ് അദ്ദേഹം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് പുറത്തുവിടണം. അതിനുശേഷം കൂടുതൽ പ്രതികരണത്തിലേക്ക് വരുന്ന, അത് ആഭ്യന്തര വകുപ്പിനെതിരെ, പോലീസിനെതിരെ അദ്ദേഹം നേരിട്ട് വിമർശനം ഉന്നയിക്കുകയാണ്. അതേസമയം തന്നെ BJPയും ഇതിന് പ്രതിരോധിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. മന്ത്രി K രാജനും സുനിൽകുമാറും LDF സർക്കാരും ചേർന്നാണ് തൃശ്ശൂർ പൂരം കലക്കിയതെന്ന പ്രതികരണവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം തൃശ്ശൂർ പൂരം വീണ്ടും തൃശ്ശൂർ പൂര വിവാദം വീണ്ടും കലങ്ങി മറിയുകയാണ്. പക്ഷേ ഒരു കാര്യം വളരെ വ്യക്തമാണ്, പോലീസ് അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ റിപ്പോർട്ട് ഇനി പുറത്തു വന്നേ മതിയാകൂ. ആ റിപ്പോർട്ടിൽ ആരൊക്കെയാണ് കുറ്റക്കാരെന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചേ മതിയാകൂ എന്ന ഒരു ചെക്ക് വെച്ചുകൊണ്ടാണ് ഇന്ന് VS സുനിൽകുമാർ വാർത്താ സമ്മേളനം നടത്തിയതും നമ്മോട് പ്രത്യേകിച്ച് പ്രതികരിച്ചതും. അത്തരത്തിൽ വരും ദിവസങ്ങളിൽ തൃശ്ശൂർ പൂര വിവാദം കൂടുതൽ രാഷ്ട്രീയ പ്രശ്നങ്ങളിലേക്ക് കടക്കും. സർക്കാരിന് തന്നെ അതൊരു വെല്ലുവിളിയായി മാറുകയാണ്. റിപ്പോർട്ട് എവിടെ എന്ന ചോദ്യം VS സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥിയിൽ നിന്ന്, CPIയുടെ മുൻ മന്ത്രിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്.